ഹായ് ഹലോ കൂട്ടുകാരെ, ഞാൻ വന്നത് എന്താണെന്ന് ഞാൻ ഇന്ന് വന്നത് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഞാൻ ഇത് ചെയ്യണ്ടെന്ന് വിചാരിച്ചു, ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ ഒരു നിമിഷം സംശയിച്ചിട്ട് ചെയ്യുവാണ് ഈ വീഡിയോ. എന്താന്ന് വെച്ചാല് ഇപ്പം എല്ലാ യൂട്യൂബേഴ്സും എല്ലാ സോഷ്യൽ മീഡിയ ഇതിന്റെ പുറകിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യണോ വേണ്ടയോ എന്നൊരു ഡൗട്ടിൽ ഞാൻ വന്നത്. അതായത് നിങ്ങൾക്കെല്ലാം അറിയാം, രേണു സുധി എല്ലാരും അവരുടെ പിന്നാലെയാണ്. എനിക്ക് ഒരു കാര്യമേ അവരുടെ അടുത്ത് ചോദിക്കാനുള്ളൂ. ഈ പിന്നാലെ നടന്ന അവരെ ശല്യം ചെയ്യുന്നവരുടെ അടുത്ത് എനിക്ക് ഒറ്റൊരു കാര്യമേ ചോദിക്കാനുള്ളൂ. അതായത് അവരവരുടെ ജീവിതം എങ്ങനെ വേണമെന്നും അത് തെരഞ്ഞെടുക്കാനുള്ള ഏത് വഴിയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്നും തീരുമാനിക്കാനുള്ള അവകാശം അവരവർക്കാണ്, അല്ലാണ്ട് മറ്റുള്ളവർക്കല്ല. അവരുടെ ഭർത്താവ് മരിച്ചുപോയെന്നും പറഞ്ഞ് അവർക്ക് പുറത്തിറങ്ങണ്ടേ? അവര് വേറെ ഒന്നിനും അല്ലല്ലോ. അവര് ജോലി ചെയ്ത്, അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് അവര് ജീവിക്കുന്നു. അവരുടെ പിന്നാലെ പോയിട്ട് എന്തിനാണ് അവരെ ദ്രോഹിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നത്? ഈ പറയുന്നവരെല്ലാം ഭയങ്കര സൗന്ദര്യം ഉള്ളവരാണോ? മനുഷ്യന്റെ സൗന്ദര്യം കാണുന്നത് എങ്ങനെയാണ്? അവരുടെ സ്വഭാവത്തിൽ നിന്നാണ് സൗന്ദര്യം കാണുന്നത്. അല്ലാതെ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ചോറിയും കുത്തിയിരിക്കുന്നവരാണ് ഇതിന്റെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ കേടാണെന്ന് എനിക്കറിയത്തില്ല. ഒരാളെ കുറ്റം പറഞ്ഞാലേ ഉറക്കം വരൂ എന്നുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ആർക്കൊക്കെയോ. എനിക്കറിയില്ല ഇത് എന്താണ് ഇതിന്റെ. ആരെങ്കിലുമൊക്കെ ഇതിന് പ്രതികരിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല. പക്ഷെ കണ്ട് എന്നും ഇത് തന്നെ, എന്നും എപ്പോഴും അവരെ പിന്നാലെ തന്നെയാണ്. എന്തിനാണ് യൂട്യൂബ്? വേറെ ഒരു കണ്ടന്റും കിട്ടുന്നില്ല ആർക്കും. ഇവരുടെ പിന്നാലെ നടന്നിങ്ങനെ നിങ്ങൾ പിന്നാലെ നടത്തുമ്പോൾ അവര് ഫേമസ് ആയിക്കൊണ്ടിരിക്കും, അവര് വൈറലായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ നിങ്ങളെ കൊണ്ട്. പിന്നുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പം ഞാൻ 2 ദിവസം മുന്നേ കണ്ടു ഡോക്ടർ റോബിൻ, ബിഗ് ബോസിലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനില്ലേ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഭാരതി പൊടിയും കൂടി സംസാരിക്കുന്നത്. ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ആണ് ഡോക്ടർ റോബിൻ പറയുന്നത്. ഞാൻ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതില് ഇട്ടേക്കാം. അത് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറയും. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ, അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെയാണ് ചോദിക്കുന്നത്. എന്റെ സബ്സ്ക്രൈബേഴ്സിനും എന്നോട് മാത്രമല്ല, എല്ലാ ആൾക്കാരോടും കൂടി ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. ഇപ്പൊ ഞാൻ എന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അതുപോലെ എല്ലാ വ്യക്തികളും അവരവരുടെ ജീവിതം എങ്ങനെ വേണമെന്ന് അവരവരാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ നാട്ടിൽ കിടക്കുന്നവരല്ല അവർക്ക് ചെലവിന് കൊടുക്കുന്നത്. ഇങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ ഈ പറയുന്നവര് വേറെ ആരെങ്കിലും പറയുന്ന കേക്കോ? അവരുടെ ജീവിതം അവർ തന്നെയല്ലേ ജീവിക്കുന്നത്. അപ്പോ ഇത്രേ ഉള്ളൂ. ഇനി കൂടുതലൊന്നും പറയാനില്ല, പറഞ്ഞാൽ കൂടിപ്പോകും. അതുകൊണ്ട് ഞാനിതാ ഇവിടെ ഇത് നിർത്തുന്നു. നിങ്ങൾ എന്നിട്ട് ഈ വീഡിയോ കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങള് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തും. ഒരു ലൈക്ക് അടിക്കുകയോ കമന്റ് തരികയോ ഒന്ന് സബ് ചെയ്യുകയോ ചെയ്ത് എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ. ഭയങ്കര ഇഷ്ടം. അല്ല, ഞാൻ പറയട്ടെ, പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ നിങ്ങൾ ആരും ഉപദ്രവിക്കാതെ പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു. അതിനെന്താ പ്രശ്നം? ഇത്രയും ബോഡി ഷേമിങ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, എനിക്കത് ഒരാളുടെ 90% കമന്റ് നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് വരുന്നത്. അവർ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാൻ ഒരു ആൾക്കാരെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്റെ അതല്ല എപ്പോൾ പറഞ്ഞു അത് പൊടിയാണ് കുറച്ചുകൂടെ പറയാനായിട്ട് അതിനെ പറ്റി. അല്ല, മീൻസ് ഞാൻ സംസാരിച്ചത് ആളൊരു മോഡലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ടാണ്.
അത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യണം. നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ് വേണ്ടത്. അവർക്ക് എന്തോ വേറെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, വേറെ കുറേ ജോബൊക്കെ വന്നതാണ്, അതിനെ പോണില്ല. ആൾക്ക് എന്താണ് ഇഷ്ടം അത് ആൾ തീരുമാനിച്ച് ചെയ്യണോണ്ട് കുറ്റുള്ള പോലെ തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് ഡ്രസ്സ് ഇട്ട് നല്ല രീതിയിൽ ഒരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അവർക്കും ആ ഒരു ഫീൽഡിലായിരിക്കും താല്പര്യം. അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്. നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക് താല്പര്യമില്ലാത്ത പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്യണം കാര്യങ്ങളൊന്നും. അല്ല, പിന്നെ ഒരു കാര്യം, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കലാകാരൻ്റെ ഭാര്യയെന്ന് കരുതി പുള്ളിക്കാരൻ മരിച്ചുപോയി എന്ന് കരുതി ജീവിതകാലം മുഴുവനും അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാർക്ക് ഒരു ലൈഫുണ്ട് അല്ലേ? വിഷമമില്ലെന്ന് ആര് പറഞ്ഞു? പുള്ളിക്കാർക്ക് ഒബ്വിയസ്ലി വിഷമം ഉണ്ടാവും. അതിലിപ്പോൾ നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? പുള്ളിക്കാർ ജീവിക്കട്ടെ, പുള്ളിക്കാർക്ക് ഇഷ്ടം. പൊടി എന്തായാലും ഒരു കോസ്റ്റ്യൂം ചെയ്തിട്ട് പുള്ളിക്കാരെ ഫോട്ടോഷൂട്ട് വിളി. എനിക്ക് അത്രയ്ക്കാണ് കാണിച്ചു തരാം. എന്തായാലും രേണു പൊടിയെ ഒരു മെസ്സേജ് ചെയ്തോ, പൊടി ഒരു ഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും, ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നതായിരിക്കും. നോക്കട്ടെ എന്ത് സംഭവിക്കാം. അല്ല പറഞ്ഞോ, പൊടി പറഞ്ഞു. അല്ല, എനിക്കിഷ്ടമാണ് ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കണേക്കാളും ഭേദം എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സ്വന്തം കാര്യം നോക്കി ജീവിക്കും. ഇപ്പൊ നിങ്ങൾ പോലും ഈ സമയത്ത് ഇരുന്ന് ഇതിൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരെ പോലെയല്ല നിങ്ങൾ പണിയെടുക്കുന്നുണ്ട്. ഇവിടെ വന്നിരുന്ന് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന് നിങ്ങൾ എഫേർട്ട് കൊടുത്ത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇതിനെ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഇതിനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലും ചെയ്യാൻ പറ്റാത്ത കുറേ എണ്ണമാണ് ഇരുന്ന് നെഗറ്റീവ് കമന്റ്. നിങ്ങൾ ശരി വയ്ക്കുന്നില്ലേ? അഭിമാനം തോന്നുന്നു നിങ്ങളെ കുറിച്ച് ആലോചിച്ച്. പണിയെടുക്കുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ പറ്റി ഇതേപോലെ? ഞാനേ പറയത്തുള്ളൂ, അത്രേ ഉള്ളൂ. കുറച്ച് നാളായി വന്നിട്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. എസ്പെഷ്യലി ഈ ഒരു സിറ്റുവേഷനിൽ കുറേ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളും കൂടിയാണ്. നമുക്കറിയാം, നമുക്ക് കുറേ കാര്യങ്ങളൊന്നും പബ്ലിക്കലി ഒന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. അവരുടെ ഉള്ളിൽ എത്രത്തോളം എപ്പോഴും വിഷമാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും വിഷമിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും മൂവ് ഓൺ ചെയ്യണ്ടേ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സൈഡ് തിരഞ്ഞെടുക്കണേനെ നമ്മളിതിനാ വെറുതെ എതിർത്ത് അവരുടെ മനസ്സമാധാനം കളയുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വേറൊരു കലാകാരൻ്റെ വൈഫ് മരിച്ചിട്ട് എന്താ പറയുക അടങ്ങിയൊതുങ്ങിയിരിക്കുകയാണ്. ഞാനൊരു റിവ്യൂ കണ്ടത്. അപ്പോൾ ഈ കുട്ടിയും അതുപോലെ തന്നെ ആവണമെന്ന് നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യാണ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്തിനാണ്? അങ്ങനെ ഒരു കമ്പാരിസൺ തന്നെ എന്ന് നമുക്കറിയില്ല. പക്ഷേ പുള്ളിക്കാരി ഇഷ്ടം, പുള്ളിക്കാരിയുടെ പാഷൻ, പുള്ളിക്കാരിക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു കുറ്റമില്ല. ഇനി പുള്ളിക്കാരി എന്തെങ്കിലും ക്രിമിനൽ ക്രൈമോ അല്ലെങ്കിൽ പറഞ്ഞ